ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ ട്യൂസ്ഡേയുടെ Q&A സെക്ഷൻ ആണ്. അതായത് നമ്മൾ എല്ലാ ആഴ്ചയും നിങ്ങൾ DMസിലും കമന്റ്സിലും ചോദിച്ച ഡൗട്ട്സ് ആണ് നമ്മൾ ഈ വീക്കിൽ ഈ Q&Aയിൽ ചെയ്യുന്നത്. ഞാൻ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് എല്ലാ പ്രാവശ്യം വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് ഈ ആഴ്ചത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എല്ലാ വീക്കിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രെറ്റിനോയിൻ ക്രീമിനെ പറ്റിയിട്ട്. എന്താണ് ട്രെറ്റിനോയിൻ, ആർക്കൊക്കെ യൂസ് ചെയ്യണം, ഞാൻ ട്രെറ്റിനോയിൻ യൂസ് ചെയ്തു പക്ഷെ എനിക്ക് പണി കിട്ടി, ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ട്രെറ്റിനോയിനും റെറ്റിനോളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പൊ നമ്മൾ അതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ റെറ്റിനോളും ട്രെറ്റിനോയിനും ഒരു സാധനത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. വിറ്റാമിൻ എ എന്ന് പറയുന്ന സാധനത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് റെറ്റിനോളും ട്രെറ്റിനോയിനും. റെറ്റിനോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നാച്ചുറലായിട്ട് ഡിറൈവ് ചെയ്യുന്ന വിറ്റാമിൻ എ ആകുമ്പോഴത്തേക്ക് ട്രെറ്റിനോയിൻ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു വിറ്റാമിൻ എ ആണ്. ട്രെറ്റിനോയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രം വാങ്ങിക്കുന്ന സാധനമാണ്. റെറ്റിനോൾ നമുക്ക് അല്ലാണ്ട് തന്നെ വാങ്ങിക്കാൻ പറ്റും. റെറ്റിനോൾ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ആക്നെ ട്രീറ്റ് ചെയ്യാൻ, പിന്നെ സൺ ഡാമേജ് ഒക്കെ മാറ്റാനായിട്ടും ഒക്കെ, പിന്നെ നമ്മൾ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാനായിട്ട് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അണ്ടറിൽ വാങ്ങിക്കുമ്പോൾ റെറ്റിനോൾ നമുക്ക് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് എന്തിന് മാറ്റാനായിട്ടും പിന്നെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് മാറ്റാനും ഒക്കെ നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യും. രണ്ട് സാധനമായാലും നല്ല ഡീപ്പായിട്ടുള്ള ഫൈൻ ലൈൻസ് റിങ്കിൾസ് മാറ്റത്തില്ല, സർഫസിലുള്ള ഫൈൻ ലൈൻസും റിങ്കിൾസും മാറ്റാനും പോകുന്നുള്ളൂ. റെറ്റിനോൾ ഒരു കുറച്ചും കൂടി ഇറിറ്റേഷൻസ് തരും. റെറ്റിനോളിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് റെറ്റിനോയിന്റെ ഇറിറ്റേഷൻസ് കുറവാണ്. റെറ്റിനോൾ വഴി ഉണ്ടാവുന്ന ഇറിറ്റേഷൻസ് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ റെറ്റിനോയിൻ നിങ്ങൾക്ക് തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു എൻക്യാപ്സുലേറ്റ് ചെയ്ത റെറ്റിനോളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇത് തമ്മിലുള്ളൊരു എന്താ പറയുന്ന ഒരു വ്യത്യാസം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ട്രെറ്റിനോയിൻ നമുക്ക് റാൻഡം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമല്ല. അത് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായാൽ മാത്രം യൂസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കുള്ള ഏജ്, നിങ്ങളുടെ മറ്റുള്ള ഫിസിക്കൽ കണ്ടീഷൻ, അതായത് നിങ്ങൾ ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ് ആണോ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ഇപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിപ്പോൾ ട്രെറ്റിനോയിൻ ആയാലും റെറ്റിനോൾ ആയാലും യൂസ് ചെയ്യേണ്ടത്. അപ്പൊ പിന്നെ മാത്രമല്ല, റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇപ്പൊ ഡോക്ടർ നമ്മുടെ സ്കിന്നിന്റെ തിക്നെസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാറ് നമുക്ക് മനസ്സിലാവില്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ ഡെയിലി അത് യൂസ് ചെയ്യേണ്ട രീതിയുണ്ട്. നമുക്ക് ഡെയിലി ചിലപ്പോൾ രാവിലെ വൈകിട്ടും ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് നൈറ്റ് മാത്രം യൂസ് ചെയ്യേണ്ട ക്രീമാണ്. മാത്രമല്ല ചിലപ്പോൾ നമ്മളെ സ്കിന്നിനൊരു നമുക്ക് ചിലപ്പോൾ 30 മിനിറ്റ്സിലൊക്കെ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയേണ്ടി വരും. പിന്നെ നമ്മൾ ചില ക്രീമുകളൊന്നും നമുക്ക് ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം. ഇതേ കാര്യങ്ങൾ നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നല്ല, ശ്രദ്ധിക്കേണ്ട എന്നല്ല, പക്ഷേ കുറച്ചും കൂടെ മൈൽഡ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം ചിലപ്പോൾ നമ്മൾ വിറ്റാമിൻ സി വെച്ചിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ട്രെറ്റിനോൾ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വിറ്റാമിൻ സി വെച്ചിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്താൽ പോലും നമുക്ക് ഇറിറ്റേഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ട്രെറ്റിനോയിനും റെറ്റിനോളും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പൊ ഞാൻ എപ്പോഴും പിന്നെ 24 ഏജിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ റെറ്റിനോൾ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയത്തുള്ളൂ. നിങ്ങൾക്ക് വിത്ത് പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ആണ് നിങ്ങൾക്ക് ട്രെറ്റിനോയിൻ 24 ഏജിന് താഴെ യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ വിത്ത് പ്രിസ്ക്രിപ്ഷനിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് രണ്ടും റെറ്റിനോൾ ആയാലും ട്രെറ്റിനോയിലും നമ്മുടെ സ്കിന്നിന്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ഈ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ മാറുന്നത്. അപ്പൊ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അപ്പൊ 24 ഏജിന് താഴെ നമുക്ക് റാൻഡം ആയിട്ട് ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ 24 ഏജിന് മുകളിലോട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫൈൻ ലൈൻസ് റിങ്കിൾസും ഒക്കെ ഒരു പ്രിമച്യൂർ ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഈ ഒരു റെറ്റിനോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ട്രെറ്റിനോയിൻ ഞാൻ എപ്പോഴും പറയുന്നു അത് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രമേ യൂസ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ ചോദിച്ചതുകൊണ്ട് സോറി ബേബി, നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഞാനത് എന്താണ് എന്ന് പറഞ്ഞു തരുന്നത്. കാരണം പറഞ്ഞു തരേണ്ടത് ഉത്തരവാദിത്വം ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരേണ്ടത്. നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി മോക്കുരുവിന്റെ ക്രീം വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും ട്രെറ്റിനോയിൻ തന്നാൽ അത് യൂസ് ചെയ്യരുത്. കാരണം അത് മോക്കുരുവിന്റെയാണ്, പക്ഷെ അത് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷനാണ്. പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യേണ്ട സാധനമാണ് റെറ്റിനോൾ. പിന്നെ ഞാൻ ട്രെറ്റിനോയിൻ, ഞാൻ ട്രെറ്റിനോയിന്റെയും റെറ്റിനോളിനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കുറെ വീഡിയോസ് ചെയ്തിട്ടാണ്. ഞാൻ അയക്കാതെ എന്റെ പ്ലേലിസ്റ്റ് കൊടുക്കുക, അതൊന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. എന്നിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വെച്ച് നമുക്കത് ഒന്നുകിൽ വീഡിയോ ആയിട്ട് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ കമന്റിൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇതെനിക്ക് DM വന്നതാണ്. സ്ട്രെച്ച് മാർക്സ് എങ്ങനെ മാറ്റാം, എനിക്ക് കുറച്ച് വെയിറ്റ് ലോസ് വന്ന കാരണം സ്ട്രെച്ച് മാർക്സ് ഉണ്ട്, അതെങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ട്. നമുക്ക് സ്ട്രെച്ച് മാർക്സ് ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കാം. സ്ട്രെച്ച് മാർക്ക് ലിറ്ററലി ഒരു സ്കാർ ആണ്. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മുഖത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നിട്ട് അല്ലെങ്കിൽ സ്കാർ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ട്രെച്ച് മാർക്സും അതുപോലത്തെ ഒരു സ്കാർ ആണ്. അപ്പൊ അത് മാറ്റുക എന്നുള്ളത് നമുക്കൊരു ട്രോപ്പിക്കൽ ക്രീംസ് യൂസ് ചെയ്തിട്ട് അത് മാറ്റുക
ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിൾ എന്നല്ല, അതൊരു പരിധി ഉണ്ട് അത് മാറ്റാനായിട്ട്. കാരണം നമ്മുടെ സ്കിൻ ലിറ്ററലി ടിയർ ആയി പോവുകയാണ് സ്ട്രെച്ച് മാർക്സിലൂടെ ഉണ്ടാവുന്നത്. ടിയർ ആവുമ്പോഴാണ് നമുക്ക് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവുന്നത്. അപ്പൊ അത് ആ ടിയറിങ് നമുക്ക് ഒരു ട്രോപ്പിക്കൽ ക്രീമോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് മാറ്റുക വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അത് ഫസ്റ്റ് മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് മോയ്സ്ചറൈസേഷൻ കൊടുക്കുകയാണെങ്കിലും പിന്നെ ചെറുതായിട്ട് നമ്മളിപ്പോൾ സർഫസ് ഏരിയയിൽ മാത്രമുള്ള സ്ട്രെച്ച് മാർക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് റെറ്റിനോൾ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് എവിടെയൊക്കെയാണ് സ്ട്രെച്ച് മാർക്സ് ഉള്ളത് അവിടെ മോയ്സ്ചറൈസർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നൈറ്റ് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ റെറ്റിനോളിന്റെ ക്രീമുകളോ സിറംസോ ഉണ്ടെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ വാങ്ങിച്ച് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ്ങോ അതല്ല പ്രഗ്നന്റോ അതല്ല പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരോ ഇത് ട്രൈ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ റെറ്റിനോൾ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് റെറ്റിനോയിന്റെ കാര്യം പറഞ്ഞല്ലോ, അതും നിങ്ങൾ ചില മെഡിക്കൽ സ്റ്റോർ ചെയ്തിട്ട് റെറ്റിനോൾ തരാൻ പറഞ്ഞാൽ അവർ റെറ്റിനോയിൻ ക്രീം എടുത്ത് തരും. അതും ആരും ഈ ഒരു സ്ട്രെച്ച് മാർക്സിൽ യൂസ് ചെയ്യുന്നത് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻസ് ഞാൻ ഒരിക്കലും നമ്മൾ ബേസിക് സ്കിൻ കെയർ അല്ലെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ട് ചെയ്യുന്ന സ്കിൻ കെയറിൽ ആഡ് ചെയ്യാൻ ഞാൻ പറയുന്ന സാധനമല്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഇനി നമ്മളിപ്പോൾ സ്ട്രെച്ച് മാർക്സ് വരുന്നത് ഇപ്പൊ നിങ്ങൾ എന്താ പറയുക വെയിറ്റ് ലോസ് കാരണം അല്ലെങ്കിൽ പ്രഗ്നൻസി കാരണമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പ്യൂബർട്ടി ഹിറ്റ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഭൂരിഭാഗം ആൾക്കാർക്ക് ഈ സ്ട്രെച്ച് മാർക്സ് വരുന്നത്. അപ്പൊ അതെങ്ങനെ തടയാൻ പറ്റും? വരുന്നത് നമുക്ക് പ്രിക്കോഷൻ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. നിങ്ങൾക്ക് ഹെറിഡിറ്ററി ആയിട്ടൊക്കെ അതിന്റെ അണ്ടർലൈനായിട്ട് സ്ട്രെച്ച് മാർക്സ് വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അപ്പിയറൻസും കുറച്ചെടുക്കാൻ പറ്റും, വരുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റേക്ക്. എങ്ങനെയാന്ന് വെച്ചാൽ നല്ല രീതിയിൽ സ്കിൻ മോയ്സ്ചറൈസർ ചെയ്യുക. നമ്മൾ സാധാരണ കോക്കനട്ട് ഓയിൽ തേച്ചാലും മതി, മുഖത്തല്ല, ഞാൻ ബോഡിയുടെ കാര്യമാണ് പറയുന്നത്. നല്ല രീതിയിൽ കോക്കനട്ട് ഓയിൽ അതല്ലെങ്കിൽ ഷിയ ബട്ടർ അടങ്ങിയ ബോഡി മോയ്സ്ചറൈസേഴ്സ്, ഗ്ലിസറിൻ അടങ്ങിയ ബോഡി മോയ്സ്ചറൈസേഴ്സ് ഒക്കെ നല്ല രീതിയിൽ നല്ല ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെച്ച് മാർക്സിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനും വരാതിരിക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ ബോഡി ബിൽഡിങ്ങിന്റെ ഒക്കെ ടൈമിൽ ചില ടേപ്പുകൾ കിട്ടും, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം ഈ ടേപ്പുകൾ കോമൺ അല്ല നമ്മുടെ നാട്ടിൽ. ഞാൻ 2-3 വീഡിയോ ഡെർമറ്റോളജി വീഡിയോസിൽ ഡോക്ടേഴ്സിന്റെ വീഡിയോസ് ഇന്ത്യയിലല്ല പുറത്തുള്ള വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ആ ടേപ്പുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ അത് എവിടെയെങ്കിലും അതിന്റെ ലിങ്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ട് ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിലോ മറ്റോ കിട്ടുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ആ ടേപ്പുകൾ യൂസ് ചെയ്യുന്നതും നമുക്ക് ഈ സ്ട്രെച്ച് മാർക്സ് കുറയാനായിട്ട് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. കാരണം അത് നമ്മുടെ ഈ ഒരു നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കും നമ്മുടെ സ്റ്റൊമക്കിനെയൊക്കെ ബെല്ലിയൊക്കെ. അപ്പൊ അത് കാരണം നമുക്ക് അത് സ്ട്രെച്ച് മാർക്സ് വരാതിരിക്കുന്ന ഒന്ന് പ്രിവെന്റ് ആക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ കംപ്ലീറ്റ്ലി കാരണം ചെറുതായിട്ടൊക്കെ നമുക്ക് അറിയത്തില്ല, ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിട്ട് അത് അപ്പിയർ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. വന്നു കഴിഞ്ഞത് മാറ്റിയെടുക്കാൻ ചെറിയ ഇത്തിരി പോയിന്റ് അത് എവിടെയെങ്കിലും കാണും. കംപ്ലീറ്റ്ലി നമ്മൾ നോർമൽ സ്കിൻ വരത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നല്ല രീതിയിൽ നമുക്കത് ഇന്റൻസിറ്റി കുറയ്ക്കും. കാരണം നമുക്ക് നേക്കഡ് ഐയോട് കാണാൻ പറ്റാത്ത രീതി വരെ നമുക്ക് ഈ ഒരു ടേപ്പുകൾ യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്താലും റെറ്റിനോൾ യൂസ് ചെയ്താലും നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മാറ്റണമെങ്കിൽ നിങ്ങൾ ലേസർ ട്രീറ്റ്മെന്റിന് പോകുന്നതാണ് ബെസ്റ്റ് വേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ചേച്ചി എനിക്ക് മൂക്കുരുണ്ട്, അപ്പൊ അത് മാറാനായിട്ട് എന്തെങ്കിലും ജെല്ല് പറഞ്ഞു തരുമോ എന്നുള്ളത്. ഫസ്റ്റ് നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഫേസിൽ മൂക്കുരു വരുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മളത് മാറ്റിയതിനുള്ള ക്രീം മാത്രം തേച്ചിട്ട് നമുക്ക് മൂക്കുരു മാറാനായിട്ട് പോകുന്നില്ല. ഭൂരിഭാഗം ആൾക്കാർക്കും വരുന്നൊരു ഇഷ്യൂ അതാണ്. അവർ മൂക്കുരു മാറാനുള്ള ക്രീം തേക്കും, പക്ഷെ അല്ലെങ്കിൽ അതിന്റെ വേറെ മക്കളൊക്കെ സാധനങ്ങളൊക്കെ തേക്കും, പക്ഷെ അതിന്റെ എന്തുകൊണ്ട് മൂക്കുരു വന്നു എന്നുള്ളതിനെ പറ്റി അവർ നോക്കത്തില്ല. ഫസ്റ്റ് മനസ്സിലാക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മുടെ പോസ് അത് കാരണം നമ്മുടെ ശരീരത്തിലുള്ള പോസിൽ അത് കുറച്ച് വലുതായിരിക്കും, ഓപ്പൺ പോസ് ആയിട്ട് കുറച്ച് വലുതായിട്ടിരിക്കും. അതിനകത്ത് ഈ ഓയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്ടീരിയക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതിനകത്ത് ഡെഡ് സ്കിൻ എല്ലാം കൂടി ഇരുന്നിട്ട് നമുക്ക് മൂക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ആയിട്ട് പിന്നെ അത് ഒരു മൂക്കുരായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ടീനേജറിന്റെ ടൈമിലോ അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള റീസൺസ് കാരണം നമുക്ക് മൂക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ആയിട്ടുള്ള പില്ലോ കേസ് അല്ല യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പം റാൻഡം നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ടൂൾസ് ഒന്നും പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുന്നില്ല, നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് മുഖത്ത് ടച്ച് ചെയ്യുന്ന കാരണം യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങളുടെ മുഖം ടച്ച് ചെയ്യും, പ്രോപ്പറായിട്ട് ഫേസ് വാഷ് ചെയ്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂക്കുരു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങൾക്ക് തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്നെ, ഫംഗൽ ആക്നെ ആയിരിക്കും ചില മൂക്കുരുമായിട്ട് നിങ്ങൾക്ക് ഫീൽ ആവാറുള്ളത്. അപ്പൊ എന്താണ് നിങ്ങളുടെ മൂക്കുരുവിന്റെ റീസൺ എന്ന് ഫസ്റ്റ് മനസ്സിലാക്കാം. എന്നിട്ട് ആ കാരണത്തെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഹോർമോൺ റിലേറ്റഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ നിങ്ങൾ ഡോക്ടറിനെ കാണുമ്പോഴത്തേക്ക്
മെഡിക്കേഷൻസ് വല്ലതും തരും, അത് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. പക്ഷെ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് ഇല്ലേ, ഞാൻ പറഞ്ഞ പോലെ ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെന്റ് അല്ല, ഓയിലി സ്കിന്നാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് ടൂൾസ് കാരണമാണ്, അല്ലെങ്കിൽ ഫംഗൽ ആക്നെ ഒക്കെ ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻസ് ടാക്കിൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആയിട്ട് മോക്കൂര് വരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. അതിന്റെ കൂടെ ബെൻസോൾ പെറോക്സൈഡ് ആയിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യാം. ജെല്ലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, 2.5 നമുക്ക് നോൺ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ്, അത് വാങ്ങിക്കാം. അതിന്റെ കൂടെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള നോൺ കൊമഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ട്രൈ ചെയ്ത് നോക്കുക. അതിപ്പോൾ നോൺ കൊമഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഓയിലി സ്കിൻകാർക്കുള്ള നമ്മൾ ഓൾറെഡി ഓയിലി സ്കിൻ കെയർ റൊട്ടീനിൽ ചെയ്തിട്ടുണ്ട്, അവിടെ ട്രൈ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ലിസ്റ്റ് ടൈം സ്റ്റാമ്പ് ഇടുന്നത് നിങ്ങൾക്ക് വേണ്ടടുത്ത് പോയിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റും. അതിന്റെ ലിങ്കുകൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് ക്ലീൻ ആയിട്ടുള്ള എല്ലാ എൻവയോൺമെന്റ് കാരണം ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എൻവയോൺമെന്റിന് നമുക്ക് ചില സമയത്ത് നമുക്ക് പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന ആക്കി നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതിന് ഏറ്റവും നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഹൈപ്പോക്ലോറിക് ആസിഡിന്റെ സ്പ്രേ ആണ്. ഇത് ഒരുപാട് നാൾ മുന്നേ നമ്മളെ സ്കിൻ കെയറിൽ ഉള്ളതാണ്, പക്ഷെ ഇന്ത്യയിലോട്ട് ഇത് വന്നിട്ട് അധികം നാളായിട്ടില്ല. ഇന്ത്യയിൽ മെയിൻ ആയിട്ട് 2 കമ്പനികളുടെയാണ് ഉള്ളത്, ഒന്ന് മിനിമലിസ്റ്റിന്റെയും ഒന്ന് കെമിസ്റ്റ് കമ്പനിയുടെയും ഹൈപ്പോക്ലോറസ് ആസിഡ് സ്പ്രേസ് ഉണ്ട്. അത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നോർമൽ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ റാൻഡം ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മതി. ഇത് ആന്റി ബാക്ടീരിയൽ ആണ്, അത് ടെക്നിക്കലി പറയുന്നത് ആന്റി മൈക്രോബിയൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഫംഗൽ ആക്നെ, ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ആക്നെയൊക്കെ ഇത് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യും. കാരണം ഇതിനെയൊക്കെ കൊല്ലാനായിട്ട് ഈ ഒരു സ്പ്രേക്ക് പറ്റും. പക്ഷെ ഇത് നമ്മുടെ സ്കിൻ ഓവറായിട്ട് ഡ്രൈ ഔട്ട് ആവത്തില്ല, എന്നാൽ സ്കിന്നിന് ജെന്റിലുമാണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അത് നിങ്ങൾക്ക് അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാവുന്ന മോക്കുവേണ്ടി നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷും ബെൻസോൾ പെറോക്സൈഡ് ക്രീമും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി അതല്ല നിങ്ങൾ മേക്കപ്പ് ടൂൾസിന്റെ ഒക്കെ ആണെങ്കിൽ ജെല്ലിന് മുന്നേ ബാക്കി എല്ലാത്തിനും മുന്നേ ക്രീമൊക്കെ സ്കിൻ കെയർ ഒക്കെ മുന്നേ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങൾ ടൂൾസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അത് ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. പില്ലോ കേസ് ഒക്കെ വീക്കിലി 2 പ്രാവശ്യമൊക്കെ മാക്സിമം ചേഞ്ച് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം. പിന്നെ ഹോർമോൺ റിലേറ്റഡ് ആണെങ്കിൽ മാക്സിമം ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റും. പിന്നെ സിസ്റ്റിക് ആയിട്ട് എന്നാൽ പഴുപ്പൊക്കെ ഉള്ളതാണെങ്കിൽ മാക്സിമം ഡോക്ടറിനെ കാണാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പൊ പുതിയൊരു ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ട് മോക്കുരു മാറാനായിട്ട് അക്യുറ്റേറ്റ് നമ്മൾ മെഡിക്കേഷൻ എടുക്കുന്നത്. അത് എപ്പോഴും അത് എടുക്കും. മോക്കുരുവിന് നമ്മൾ പിൽസ് എടുക്കാറുണ്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രം എടുക്കുക. കാരണം അത് നമ്മുടെ ബർത്ത് കൺട്രോൾ പിൽസ് ഒക്കെ ആയിട്ട് ഇക്വലന്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ നമുക്ക് ചില സമയത്ത് അത് നമ്മുടെ പ്രഗ്നൻസി ഒക്കെ ഓൾട്ടർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, നമ്മുടെ ഹോർമോൺ ഒക്കെ ആയിട്ട് കയറി കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രമേ യൂസ് ചെയ്യാം. റാൻഡമായിട്ട് ട്രെറ്റിനോയിൻ ക്രീംസ് വാങ്ങിച്ച് യൂസ് ചെയ്യാനും പാടില്ല. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ റാൻഡമായിട്ട് മോക്കുരുവിന് ക്രീം ചോദിച്ച് പോകുമ്പോഴത്തേക്ക് ട്രെറ്റിനോയിൻ ക്രീം ഒന്ന് റാൻഡമായിട്ട് ഒരിക്കലും വാങ്ങിച്ച് യൂസ് ചെയ്യരുത്. അത് നിങ്ങളുടെ സ്കിന്നിന് വീണ്ടും 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 ഡാമേജ് ആവും. അതും അന്ന് യൂസ് ചെയ്യരുത്. ബെൻസോൾ പെറോക്സൈഡ് എപ്പോഴും 2.5% മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് ആയാലും ബെൻസോൾ പെറോക്സൈഡ് ആയാലും എല്ലാം നിങ്ങളുടെ സ്കിന്നിനെ ഡ്രൈ ഔട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. പിന്നെ സ്കിൻ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ടോണേഴ്സ്, നമ്മളെ റോസ് വാട്ടർ ടോണേഴ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ അല്ലാത്ത നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സി സിറത്തിനോട് കുറച്ച് നാളത്തേക്ക് ടാറ്റ ബൈ ബൈ പറയാം. കാരണം അത് നമ്മുടെ സ്കിന്നിൽ വീണ്ടും ഇറിറ്റേറ്റഡ് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ടും 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമ്മൾ ട്രെറ്റിനോയിനും റെറ്റിനോളും തമ്മിലുള്ള വ്യത്യാസം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് നമ്മൾ സ്ട്രെച്ച് മാർക്സിനെ പറ്റിയിട്ട് അവിടെ നമ്മൾ റെറ്റിനോളിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നാമത് നമ്മൾ മോക്കുരുവിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് 3ആണ് ഇന്നത്തെ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഞാൻ മിസ്സായിട്ടില്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേയിൽ ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും ഞാൻ വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.